യുവരാജ് ജനസാഗരമാണ്. അൻവറിൻ്റെ പ്രസംഗം പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ തടിച്ചുകൂടുന്നു പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഈ ജനക്കൂട്ടം വളരെയധികം പ്രതീക്ഷിച്ച ജനക്കൂട്ടം തന്നെയാണ് അവിടെ കാണുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനം വെച്ചിട്ട് അവിടെ തീർച്ചയായിട്ടും 1000-ൽ പരം 10,000-ൽ പരം ജനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. കാരണം അൻവർ ഒന്നും കാണാതെ അങ്ങനെ ഒരു ഇതിലേക്ക് എടുത്ത് ചാടില്ല. കാരണം അൻവറിന് വ്യക്തമായിട്ട് പിന്തുണയുണ്ട്. ആ പിന്തുണ എന്ന് പറയുന്നത് സാമുദായികമായ പിന്തുണ ഉൾപ്പെടെ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പുറകിലുണ്ട്. അത് ആ കളി എന്താണ് എന്നുള്ള കാര്യം CPM കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു രാഷ്ട്രീയ നിഗമനത്തിലാണ്, BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു രാഷ്ട്രീയ നിഗമനത്തിൽ ഞാൻ പറയുന്നതാണത്. അൻവറിന് തീർച്ചയായിട്ടും അവിടെ ആളെ കൂട്ടാൻ കഴിവുണ്ട്. അൻവറിൻ്റെ പുറകിൽ നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല മലബാർ മേഖലയിൽ നിന്നുള്ള അതിഗംഭീരമായ പിന്തുണ അൻവറിന് ലഭിക്കുന്നുണ്ട്. MBRG ഇപ്പോൾ താങ്കൾ മലബാർ ഭാഗത്തുനിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഈ അവിടുത്തെ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു ഡൈനാമിക്സ് എന്താണ് എന്നുള്ള കാര്യം അങ്ങേക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂർവ്വരൂപമായിരുന്നു NDF എന്ന് പറയുന്നത്, നമുക്കറിയാം. ഈ NDFന് വീണ്ടും ഒരു പൂർവ്വരൂപം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് NDF എന്ന് തന്നെയാണ്. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നുള്ളതായിരുന്നു. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വർഗീയ സംഘർഷങ്ങൾ മുഴുവനും NDF നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഒരു സ്ഥലത്തും CPM ഒരു മറുവശത്തും നിന്നുകൊണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. അതിൽ നിന്ന് പിന്നെ മറികടന്ന് വന്ന് CPMന് ഒരിക്കലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് കിട്ടാത്ത ഒരു മേഖലയായിരുന്നു ഈ പറയുന്ന മലബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ പോലുള്ള പ്രദേശങ്ങൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മലപ്പുറത്തൊക്കെ അവർ വളരെ വീക്കായിരുന്നു സംഘടനാപരമായിട്ട് നമുക്കറിയാം. ഇപ്പോഴും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വരുന്ന സമയത്ത് പൈനാപ്പിൾ ചിഹ്നത്തിലും ആപ്പിൾ ചിഹ്നത്തിലും മുന്തിരി ചിഹ്നത്തിലുമാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാറ്. കാരണം ഈ അരിവാൾ ചുറ്റിക കണ്ടു കഴിഞ്ഞാൽ പഴയ തലമുറയിൽ പെടുന്ന മുസ്ലിങ്ങളാരും തന്നെ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നൊരു ധാരണ അവർക്കുണ്ട്, അല്ലെങ്കിൽ അതൊരു വസ്തുതയുമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് CPM പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അവരനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ സാമ്പിൾ മാത്രമാണ്, അവരനുഭവിച്ച് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ടല്ലോ, അതുപോലൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ നിലമ്പൂരിൽ അവിടെ അൻവറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടി മുമ്പോട്ട് മോശമായിട്ട് പോകത്തേ ഉള്ളൂ. അത് ഒരു വശത്ത് അതൊരു സാമൂഹിക വശമാണ്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 കൊള്ള സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് PV അൻവറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്രസമ്മേളനം, അദ്ദേഹം പുറത്ത് പോകുന്നതിൻ്റെ അവസാന ദിവസം നടത്തിയ പത്രസമ്മേളനം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ട് 1-2 കുടുംബങ്ങളെ അദ്ദേഹം കൊണ്ടിരുത്തി. അതിലൊരു കുടുംബത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ, അപ്പോൾ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്. ഇപ്പോൾ പോലീസ് വന്നു, ഇയാളെ വിളിച്ചുകൊണ്ട് പോയി വാഷ്റൂമിൽ കൊണ്ടുപോയി അയാൾ ഗുഹ്യഭാഗത്ത് ഒളിപ്പിച്ചുകൊണ്ട് വന്ന സ്വർണ്ണം എടുത്തു, അതിനെ കഴുകി കട്ട് ചെയ്തു, അവർ കൊണ്ടുപോയി. അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അവിടെ നിൽക്കട്ടെ. പക്ഷേ അൻവർ ആ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്ത ഒരു ഭാഷയുണ്ട്. അതായത് ആ കള്ളക്കടത്തുകാരനെന്ന് തന്നെ നമ്മൾ പറയണമല്ലോ, അത്തരത്തിൽ കൊണ്ടുവരുന്ന ഒരാളെ. അയാളെ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി 4 വർഷം കൂടി വന്നത് എന്നാണ്. എന്തൊരു കൺസേൺ ആണെന്ന് നോക്കണം അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പതി എമ്പതിയൊക്കെ നമ്മൾ കാണണം. കാരിയറായി എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി കള്ളനായവനോട് നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? എല്ലാവരും സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചെല്ലുന്നത്. അല്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയല്ലല്ലോ വരുന്നത്, സാഹചര്യങ്ങൾ കൊണ്ടെത്തുന്നതാണ്. അപ്പോൾ പക്ഷെ നമ്മൾ അവരെ വിശേഷിപ്പിക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒരു ബലാത്സംഗം നടത്തിയ ഒരാളോട് ചെന്ന് ചോദിച്ചാൽ അയാൾക്കും പറയാനുണ്ടാകും 100 കാരണം അയാളെ എത്തിയ സാഹചര്യം എന്താണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ലോ. അപ്പോൾ ഒരു കാരിയറായിട്ടുള്ള ആളെ, ഒരു കള്ളക്കടത്തുകാരനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കുട്ടി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരുടെ കുട്ടി? അദ്ദേഹത്തിൻ്റെ കുട്ടിയാണോ? ഇനി അദ്ദേഹമാണോ പറഞ്ഞു വിട്ടിരിക്കുന്നത്? നമുക്കറിയില്ല. അവിടെ നിൽക്കുന്നു. രണ്ടാമതൊരു മറുവശം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കള്ളൻ്റെ കയ്യിൽ നിന്ന് സാധനം അടിച്ചു മാറ്റുന്ന മറ്റൊരു കൊള്ള സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഈ 2 കൊള്ള സംഘങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഇടതുപക്ഷ MLAയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ കഴിഞ്ഞ 2-3 അല്ലെങ്കിൽ 1 മാസമായിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് എന്താണ് അവരുടെ ഉന്നയിക്കുന്ന ആർഗ്യുമെൻസിന് പൊളിറ്റിക്കലി സ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ബലം കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തിട്ടു. ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുറേ കാലങ്ങളായിട്ട് അവരൊരു ആരോപണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ RSS എന്നുള്ള തലത്തിലുള്ള ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. അവർക്കതിനെ എന്താണ് തിരിച്ച് CPM-ൻ്റെ കോട്ടിലേക്ക് ആ സാധനം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കിട്ടി. അവർ വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യം നമ്മൾ ഈ പറയുന്ന അനാവശ്യ വിഷയങ്ങളുടെ പുറകിലേക്ക് പോവുക എന്നുള്ളതല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പറയുന്ന കള്ളക്കടത്തും കൊള്ളത്തരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഗ്യാങ് വാർ നടക്കുന്നുണ്ട്. ആ ഗ്യാങ് വാറിൻ്റെ ഒരു സ്ഥലത്ത് പി ശശി ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ മറുവശത്ത് PV അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ്. യെസ്.